കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ നാടിനടുത്തുള്ള ഒരു കുഞ്ഞു ട്രാവലിംഗ് സ്പോട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോടുള്ള ചൂലൂരിനടുത്താണ്. ഈ ഒരു പ്രദേശത്തിൻ്റെ കാഴ്ചയാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കൂടെ ഉള്ളത് കാവ്യയാണ്. 3-4 ദിവസമായിട്ട് നല്ല മഴയായതുകൊണ്ട് ഇവിടെ റോഡും വയലും എല്ലാം കൂടി ഒന്നായിട്ടുണ്ട്. അപ്പം നിറയെ വെള്ളമാണ്. അപ്പം ഈ ഒരു റോഡിൻ്റെ 2 ഭാഗവും വയൽ പ്രദേശമാണ്. അപ്പോൾ വയലിൽ നിറയെ വെള്ളം വന്നിട്ട് റോഡിലേക്ക് കയറിയിട്ട് ഇപ്പോൾ റോഡ് ഏതാണ് വയൽ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒരുപാട് ആളുകൾ ഈ ഒരു സമയത്ത്, ഈ മഴക്കാലത്ത് ഇങ്ങനെ വെള്ളം കയറുന്ന സമയത്ത് ഈ ഒരു സ്ഥലം കാണാൻ ഒരുപാട് ആളുകൾ വന്നെത്താറുണ്ട്. നല്ല രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഒരു വെറൈറ്റി അനുഭവമാണ്. നമ്മളിങ്ങനെ റോഡിന് നടുവിലൂടെ വെള്ളത്തിലൂടെ അങ്ങനെ നടന്നു പോകാം കുറേ ദൂരം. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഒരുപാട് അധികം വെള്ളം ഇപ്രാവശ്യം വയലിൽ നിന്ന് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ആളുകൾ, അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോയി നോക്കാം. എവിടെ വരെ പോകാൻ പറ്റുന്നുള്ള അറിയില്ല. അപ്പോൾ മാക്സിമം നമുക്ക് പോകാൻ പറ്റുന്നിടത്തോളം പോകാം. എന്തായാലും നമ്മൾ നനയും. അവിടെ നിന്നൊക്കെ ആളുകൾ, അക്കരെ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് കാണട്ടെ. റോഡിൻ്റെ മുകളിലൂടെയാണ് അവരിങ്ങനെ നടന്നു വരുന്നത്. ഇപ്പം ആടെ ദിവസം വെള്ളം ഉണ്ടാവും കേട്ടോ. അവിടെ അത്യാവശ്യം വെള്ളമുണ്ട്. ഇവിടെ ദിവസം വെള്ളം കുറഞ്ഞ് അങ്ങോട്ട് വെള്ളം സൈഡിൽ ആരും പോയിക്കോളൂ. ഇങ്ങോട്ട് മാറുന്നോട്, കൊടുക്ക് അടന്നാളെന്നട്ടോ, പേടിക്കല്ലേ. ഇതാ ഇവിടെ വെള്ളത്തിലൊരു പാമ്പിനെ കാണാട്ടോ. നമുക്ക് മണ്ഡലി എന്നാണ് നമ്മളിതിനെ പറയുക. നമ്മുടെ ഇവിടേക്കൊക്കെ മണ്ഡലി എന്നാണ് പറയുക. ഈ ഒരു സാധനം കടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വിഷമുള്ളതാണ്, പക്ഷെ വലിയ ഡേഞ്ചർ അല്ല. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 200 മീറ്ററോളം മുന്നോട്ട് നടന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഈ ഒരു എന്താ പറയുക നടുവിലെത്തി. നമ്മൾ ഈ റോഡിൻ്റെ ഒരു നടുഭാഗത്തെത്തിയിട്ടുണ്ട്. ഇനി ഇത്ര തന്നെ ദൂരം അങ്ങോട്ട് മുന്നോട്ട് പോകാനുണ്ട് അക്കരെത്തണമെങ്കിൽ. അവിടെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ വേറെ റോഡാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇനി തിരിക്കുക. അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്തോറും വെള്ളത്തിൻ്റെ ആഴം കൂടുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടാണെങ്കിൽ മഴ പെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു പോകാം കേട്ടോ. നടുവ് കൂടി തന്നെ പോയിക്കോളൂ കേട്ടോ. സെൻറ്ററിലേക്ക്, സൈഡിലേക്ക് നടുവ് കൂടി തന്നെ പോയിക്കോളൂ കേട്ടോ. സെൻറ്ററിൽ കൂടി തന്നെ, നടുവ് കൂടി ആയിരിക്കും. അവിടേക്കൊക്കെ കുഴിയുണ്ട്. നടുവിലായിരിക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ബൈക്കിനടുത്ത് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ മഴ പെയ്തിട്ട് ഈ വയലിൽ ഇവിടെ മൊത്തത്തിൽ കാണാൻ.
അപ്പോൾ നമ്മൾ പോകുന്നതിനിടയിൽ ഇതാ ഇവിടെ ഒരു ചായ കച്ചവടം ഉണ്ട്. ഒരു വണ്ടിയിൽ ചായ വിൽക്കുന്നുണ്ട് കുറച്ച് ആളുകൾ. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് മെല്ലെ വീട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പം നമ്മൾ ഇവിടെ നിന്നൊരു ചായ കുടിച്ച് പിരിയുകയാണ്.